ഹായ് ഹലോ ITBPയുടെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതിൻ്റെ ആദ്യം ഫിസിക്കലാണ്, പിന്നീടാണ് റിട്ടൺ എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം പറയാനായിട്ടാണ്. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നവംബർ 15-ാം തീയതിയായിരുന്നു ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് 2024 ഡിസംബർ 14-ാം തീയതിയാണ്. ITBPയുടെ സൈറ്റിൽ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് ഇനി അധികം സമയമൊന്നും എടുക്കരുത്. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർ ഒക്കെ തന്നെ വേഗം അപേക്ഷിക്കുക. അപ്പോൾ ITBP കോൺസ്റ്റബിൾ, ITBPയിലേക്ക് SA, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങനെ 3 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ് ഇൻസ്പെക്ടറിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിലേക്ക് ടോട്ടൽ 92 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിലേക്ക് 383 ഒഴിവുകളും, കോൺസ്റ്റബിളിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിലേക്ക് 51 ഒഴിവുകളുമാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ കാറ്റഗറിക്ക് എത്രയൊക്കെ ഒഴിവുകളുണ്ട് എന്നുള്ളത്. സോ അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേ സ്കെയിലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SIക്ക് ലെവൽ 6 ആണ്. ഏകദേശം 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഹെഡ് കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെ കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 21,700 രൂപ മുതൽ 69,100 രൂപ വരെ സാലറി കിട്ടാൻ സാധിക്കുന്ന ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SIക്ക് 20 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഹെഡ് കോൺസ്റ്റബിളിന് 18 മുതൽ 25 വയസ്സ് വരെയും, കോൺസ്റ്റബിളിന് 18 മുതൽ 23 വയസ്സ് വരെയുമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. നമുക്ക് എക്സാമിൻ്റെ സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സബ് ഇൻസ്പെക്ടറിൻ്റെ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, 100 മാർക്കായിരിക്കും, 2 മണിക്കൂറായിരിക്കും എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ. ജനറൽ ഇംഗ്ലീഷ് ഓർ ജനറൽ ഹിന്ദിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ജനറൽ അവയർനെസ് അതിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്, റീസണിങ് എബിലിറ്റി ബൈലിംഗൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. ഇങ്ങനെയായിരിക്കും എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് പേപ്പർ 1 ആണ്. ഇനി പേപ്പർ 2 ഉണ്ട്, അതും 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, 2 മണിക്കൂറായിരിക്കും എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. അതിൽ ഫിസിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, മാത്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ഇലക്ട്രോണിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, കമ്മ്യൂണിക്കേഷനിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, IT ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ഇലക്ട്രിക്കൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഇതാണ് നമ്മുടെ SIയുടെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഹെഡ് കോൺസ്റ്റബിളിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 10th ആൻഡ് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ലെവലിൽ നിന്നായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. ടൈം ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. ജനറൽ ഇംഗ്ലീഷ് ഓർ ജനറൽ ഹിന്ദിക്ക് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക് ഉണ്ടായിരിക്കും. ജനറൽ അവയർനെസ് ബൈലിംഗലിന് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, റീസണിങ് എബിലിറ്റി ബൈലിംഗലിന് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, ഫിസിക്സ് ബൈലിംഗലിന് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, കെമിസ്ട്രി ബൈലിംഗലിന് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, മാത്സ് ബൈലിംഗലിന് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇതായിരിക്കും ഹെഡ് കോൺസ്റ്റബിളിൻ്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിനി കോൺസ്റ്റബിളിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10th സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, 2 മണിക്കൂർ. അതായിരിക്കും എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, ജനറൽ അവയർനെസ് ബൈലിംഗിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, റീസണിങ് ആൻഡ് എബിലിറ്റി ബൈലിംഗിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബൈലിംഗിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ഇതാണ് ആക്ച്വലി ഇതിനകത്തുള്ള ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകണം. 200 രൂപയാണ് SIയുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. 100 രൂപയാണ് കോൺസ്റ്റബിളും ഹെഡ് കോൺസ്റ്റബിളിൻ്റെയും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SC ST ഫീമെയിൽസ്, എക്സ് സർവീസ്മെൻസ് ഇവർക്കൊക്കെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. സോ അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കലിനും റിട്ടേണിങ്ങിനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്ലാസ്സസും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും AFPTയുടെ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക.